എന്തൊക്കെയാണ് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസ്? ഈ ഒരു ടോപ്പിക്ക് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഓംസ് ലോ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. പക്ഷേ ഓംസ് ലോ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സെല്ലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കറണ്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സെല്ലിന് വേണമെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓംസ് ലോയിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണം, കറൻറ്റ് മെഷർ ചെയ്യണം. ഈ രണ്ട് ആവശ്യങ്ങൾക്കുമായി നമ്മുടെ കയ്യിൽ ഒരു വോൾട്ട്മീറ്റർ വേണം, ഒരു അമ്മീറ്ററും വേണം. രണ്ടും അവരുടേതായ റെസിസ്റ്റൻസുകൾ ആ ഒരു സർക്യൂട്ടിൽ ഓഫർ ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കുന്ന റെസിസ്റ്റൻസ് ഒരു പക്ഷേ ആക്യുറേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത്? വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമ്മൾ ഒരു അൺനോൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഗാലോനോമീറ്ററിൽ, നേരത്തെ വരച്ച ഒരു ഫിഗർ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഗാലോനോമീറ്ററിൽ നമുക്ക് 0 ഡിഫ്ലക്ഷനാണ് ലഭിക്കുന്നത്. ആ ബാലൻസിങ് കണ്ടീഷൻ എത്തുമ്പോൾ നമ്മൾ പിയും ക്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസിങ് കണ്ടീഷനിലെത്തുമ്പോൾ നമുക്ക് എഴുതാം P/Q = R/S. ആ കണ്ടീഷനിൽ ഗാലോനോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടി യാതൊരു വിധത്തിലുള്ള കറൻറ്റും കടന്നു പോകുന്നില്ല. അതായത് സെല്ലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കറണ്ടുകളൊന്നും എടുക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ സെല്ലിന്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സെല്ലിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കറണ്ട് ഒഴുകണം. അല്ലെങ്കിൽ കറണ്ട് ഒഴുകുമ്പോൾ മാത്രമേ ഒരു സെല്ലിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് ബാലൻസർ കണ്ടീഷനിൽ ആണെങ്കിൽ ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് കറണ്ടൊന്നും ഒഴുകുന്നില്ല. അതായത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനായിട്ട് ആ സെല്ലിന് സാധിക്കില്ല. അതേപോലെ തന്നെ ഗാലോനോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടി എന്ത് പോകുന്നില്ല? കറണ്ട് പോകുന്നില്ല. ഗാലോനോമീറ്ററിനും റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. വീസ്റ്റൺ ബ്രിഡ്ജിൽ വോൾട്ട് മീറ്ററോ അമ്മീറ്ററോ ഒന്നും തന്നെ ഇല്ല. നമുക്കിവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല, കറൻറ്റ് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഇല്ല. അങ്ങനെയെങ്കിൽ വോൾട്ട് മീറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും അമ്മീറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും നമുക്ക് ഈ ഒരു വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ കീഴിൽ നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വളരെ വ്യക്തമായി നോക്കാം എന്താണ് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസ്. ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ നൾ മെത്തേഡ്. നൾ മെത്തേഡ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാലൻസിങ് കണ്ടീഷനിൽ നമുക്ക് നൾ ഡിഫ്ലക്ഷനാണ് ഗാലോനോമീറ്ററിൽ കിട്ടുന്നത്. നൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഫ്ലക്ഷൻ ആണ് ഗാലോനോമീറ്ററിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ മെത്തേഡിനെ നൾ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ദ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാലോനോമീറ്റർ ഡു നോട്ട് എഫക്ട് ദ നൾ പോയിന്റ്. നൾ മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചത് ആ ഗാലോനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കിട്ടുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള കണ്ടീഷനാണ് ബാലൻസിങ് കണ്ടീഷൻ. ബാലൻസിങ് കണ്ടീഷനിൽ ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസും അതേപോലെ തന്നെ ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ റെസിസ്റ്റൻസുകൾ ആ സർക്യൂട്ടിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുകയില്ല. കൃത്യമായിട്ടുള്ള ആ നമ്മളവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, എസ് എന്ന് പറയുന്ന റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ലഭിക്കുക. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാം ബാലൻസർ കണ്ടീഷനിൽ. രണ്ടാമത്തെ പോയിന്റ്, as the method does not involve any measurement of current and potential difference, so the resistances of ammeter and voltmeter do not affect the measurements. നമ്മുടെ വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ് ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്കവിടെ വോൾട്ട്മീറ്ററിൻ്റെയോ അമ്മീറ്ററിൻ്റെയോ ആവശ്യം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അവർ ഓഫർ ചെയ്യാനായിട്ട് ഇടയുള്ള റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെയുള്ള ആ ഒരു മെഷർമെൻറ്റിൽ അവോയ്ഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അവോയ്ഡ് ചെയ്യാം, ഗാലോനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് അവോയ്ഡ് ചെയ്യാം. വോൾട്ട്മീറ്ററും അമ്മീറ്ററും ഇല്ലാത്തതുകൊണ്ട് അവരുടെ റെസിസ്റ്റൻസുകളും നമുക്ക് അവോയ്ഡ് ചെയ്യാം. കൃത്യമായി നമ്മൾ ഏത് റെസിസ്റ്ററിൻ്റെ ആണോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ആ റെസിസ്റ്ററിൻ്റെ മാത്രം വാല്യൂ നമുക്ക് സുഖമായി കണ്ടെത്താം. ഏതൊരു മെത്തേഡിൽ കൂടി? വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന മെത്തേഡിൽ കൂടി. ഇത്രയുമാണ് നമുക്ക് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസിൽ പറയാനുള്ളത്.